നമസ്കാരം. ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ സന്തോഷ് ശ്രീധർ. സംസ്ഥാനത്തിൻ്റെ ധനക്കമ്മി കാരണം മുണ്ടുമുറുക്കി ഉടുക്കാൻ ആഹ്വാനം ചെയ്ത ധനകാര്യമന്ത്രി ഇത്ര പ്രതീക്ഷിച്ചു കാണില്ല ജനം മുണ്ടുമുറുക്കി കഠിനമായി പ്രതികരിക്കുമെന്ന്. കഴിഞ്ഞ 10 വർഷമായി യാതൊരു വ്യവസായ സംരംഭവും കൊണ്ടുവരാനാവാതെ അടിക്കടി വിദേശയാത്ര നടത്തി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കാട്ടിക്കൂട്ടുന്ന തിരട്ട് നാടകത്തിനുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ വിജയം വ്യക്തമാക്കുന്നത്. ജനം എന്തും സഹിക്കും എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ധാരണ തെറ്റാണെന്ന് ജനം കാട്ടിക്കൊടുത്തു എന്ന് വേണം കരുതാൻ. ധൂർത്തും അഹങ്കാരവും കൈമുതലായുള്ള കുട്ടി സഖാക്കന്മാർ മുതൽ മേൽഘടകം വരെ അഴിമതിയിൽ മുങ്ങി നിൽക്കുമ്പോഴും കൈയിട്ട് വാരലും അടിച്ചുമാറ്റലും നിർബാധം തുടരുന്നതിനിടയിലായിരുന്നു ധനമന്ത്രിയുടെ ജനങ്ങളോടുള്ള ആഹ്വാനം ഉണ്ടായത്. എന്നാൽ യാതൊരു ഉളുപ്പുമില്ലാതെ ധൂർത്ത് തുടരുകയും ചെയ്തു. എല്ലാ കാലത്തും ക്ഷേമ പെൻഷൻ എന്ന തീൻ കാട്ടി ജനത്തെ പറ്റിക്കാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാട്ടിക്കൊടുത്തു. കേരളമൊട്ടാകെ UDFന് അനുകൂലമായുണ്ടായ ഈ തരംഗം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ വലതുപക്ഷ ചേരിക്ക് ആകുമോ?